ഹായ് ഓൾ എൽബിയൻ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ഫോർ ലീഡേഴ്സ്. അതായത് എല്ലാ കമ്പനികളുടെയും ടോപ്പ് റാങ്കുകളിലുള്ള ലീഡേഴ്സ് ഇത് കേൾക്കേണ്ടതാണ്. ടോപ്പ് എന്ന് ഉദ്ദേശിച്ചത് അത്രയും ടോപ്പിലുള്ള ആളുകൾ കേൾക്കണമെന്നല്ല, എന്നിരുന്നാൽ പോലും എല്ലാവർക്കും നോളജ് എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടുന്നത് തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരും കേൾക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഇത് എങ്കിൽ പോലും കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് മിസ്റ്റേക്കുകളാണ്. ആ മിസ്റ്റേക്കുകൾ ചെയ്യുന്നത് ഇടത്തരം ലീഡേഴ്സ് ആണ് എന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ ടോപ്പ് ലെവൽ ലീഡർ അത് ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സമയം ഉണ്ടാവണമെന്നൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഇടത്തരം ലീഡേഴ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ ടോപ്പ് റാങ്ക് അല്ല, അതിന്റെ ഒരു 2, 3, 4 റാങ്ക് താഴേക്ക് എത്തി നിൽക്കുന്ന ലീഡേഴ്സ് അടക്കം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുറച്ച് കാര്യങ്ങളല്ല, ഒരു കാര്യം. കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കംപ്ലൈന്റ് ഈ അടുത്ത് വന്ന ഒരു കംപ്ലൈന്റ് ആണിത്. അതായത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: റാങ്ക് അച്ചീവ് ചെയ്യാൻ ഡൗൺലൈൻ ആളുകളെ ലീഡേഴ്സ് ഉപയോഗിക്കുന്നു. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമാണ്, റാങ്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു ലീഡർ, ഒരു ടോപ്പ് ലൈൻ ലീഡർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ റാങ്ക് അച്ചീവ് ചെയ്യില്ല. അദ്ദേഹത്തിന്റെ ടീമിൽ വരുമാനം ഉണ്ടാക്കി കൊടുത്ത് ആ വരുമാനത്തിലൂടെ കിട്ടുന്ന അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ സെയിൽസിലൂടെ വരുന്ന ആ ഒരു വോളിയം അദ്ദേഹത്തിന്റെ ട്രീയിലും ഒരുപോലെ റിഫ്ലക്ട് ആവുന്നു. ഡൗൺലൈൻസിന് വരുമാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അപ്ലൈനും വരുമാനം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ റാങ്കുകൾ അച്ചീവ് ചെയ്ത് പോകുന്നു. ഇതാണ് ആ ഒരു സിസ്റ്റം, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ബ്രോ പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് മോശമായി ഉപയോഗിക്കുന്നു, അതായത് റാങ്ക് അച്ചീവ് ചെയ്യാൻ ഡൗൺലൈൻ ലീഡേഴ്സിനെ മോശമായി ഉപയോഗിക്കുന്നു. അപ്പോൾ അത് കണക്റ്റഡ് ആണ് അല്ലെ. ആ ഒരു മോശമായി എന്ന് പറയുന്ന ഒരു വേർഡും കൂടെ വന്നപ്പോൾ അത് കണക്റ്റഡ് ആയിട്ടുണ്ട്. ആ ഒരു മോശമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കിംഗ് ആയിപ്പോയി. കുറെ കാര്യങ്ങൾ ഈ ഒരു മേഖലയിൽ പല രീതിയിലും പല നല്ല നല്ല കമ്പനികളിൽ പോലും ഇത് നടക്കുന്നുണ്ട്. കമ്പനികൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാത്തത് കൊണ്ടോ ഇപ്പോഴും അത് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് 2024 ഈ ഒരു ദിവസം കൂടെ മനസ്സിലാക്കിയ സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോ ആ ഒരു ഇഷ്യൂ ഇതാണ്: ഒരു അപ്ലൈൻ ലീഡർ, ആ അപ്ലൈൻ ലീഡർ റാങ്ക് അച്ചീവ് ചെയ്യാനായിട്ടുണ്ട്. ബട്ട് അദ്ദേഹത്തിന് റാങ്ക് അച്ചീവ് ചെയ്യാൻ കുറച്ച് സമയം വേണം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ പുതിയ റാങ്ക് ഒക്കെ അച്ചീവ് ചെയ്ത ആളുകൾക്ക് പല രീതിയിലുള്ള ഗിഫ്റ്റ് മണികളും കാര്യങ്ങളും അല്ലെങ്കിൽ റാങ്ക് അച്ചീവ്മെന്റ് ബോണസുകളൊക്കെ കൊടുക്കുന്ന ആ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിന്റെ സമയമാകുമ്പോഴത്തേക്ക് ടീമിൽ ഒരു കോൺടെസ്റ്റ് വെച്ചു. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നത് തന്നെയാണ്. ടീമിലുള്ള ആളുകളെ അച്ചീവ് ചെയ്യിപ്പിക്കുക, നമ്മളും അച്ചീവർ ആവുക. പക്ഷേ സ്ഥിരമായിട്ട് ഒരു ടീമിലെ ഒത്തിരി ലീഡേഴ്സ് ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കോൺടെസ്റ്റ് വരുമ്പോഴോ റാങ്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ള രീതിയിലേക്ക് എത്തി നിൽക്കുമ്പോഴോ ടീമിൽ ഇവർ സ്പെഷ്യൽ ആയിട്ട് ഒരു കോൺടെസ്റ്റ് വെക്കുകയും ടീമിനെ കൊണ്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുകയും ഈ ബൾക്ക് പർച്ചേസിംഗിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് സെയിലാക്കി തരാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് പർച്ചേസ് ചെയ്യുന്ന ഡൗൺലൈൻസിനെ പിന്നീട് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വരും. അപ്പൊ ആ ഒരു സ്റ്റോറി ലൈൻ പോകുന്നത് വേറെ രീതിയിലാണ്. അതായത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചു, അപ്പോൾ ടീമിൽ വോളിയം കയറി, ലീഡേഴ്സിന്റെ റാങ്ക് അത് അപ്ഗ്രേഡ് ആയി, ലീഡേഴ്സ് എലിജിബിൾ ആയി. ഈ ഒരു വ്യക്തിനെ കൊണ്ട് ബാക്കിയുള്ള രീതിയിൽ സെയിൽസ് ആക്കിപ്പിക്കാനും കാര്യങ്ങളൊക്കെ നടത്തിപ്പിക്കാനൊക്കെ കുറെ രീതിയിലൊക്കെ ലീഡേഴ്സ് പരിശ്രമിക്കും. പക്ഷെ അതിനുശേഷം ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ലീഡേഴ്സ് പിന്നെ നോക്കില്ല, ആ വ്യക്തി ബിസിനസ്സിന് ഏബിൾ അല്ലാത്തൊരു വ്യക്തിയാണ്, ഡയറക്ട് സെല്ലിങ്ങിന് പറ്റാത്തൊരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തികളെ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ വ്യക്തികളിലേക്ക് ഇതേ ഒരു പരിപാടിയായിട്ട് പോകുന്ന ഒരു അവസ്ഥ. ഞാൻ പറയും, ഒരു മൈൻഡോട് കൂടിയിട്ട്, മോശം മൈൻഡോട് കൂടിയിട്ട്, സ്വന്തം അച്ചീവ്മെന്റ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ടീമിനെ കൊണ്ട് ബൾക്ക് പർച്ചേസ് ചെയ്യിപ്പിച്ച് ഒരു പൊട്ടും പൊടിയൊക്കെ അവരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ പോയിട്ട് ഓൺലൈൻ സപ്പോർട്ട് കൊടുത്തിട്ട്, ചെറിയ രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ട് അവരെ തള്ളിക്കളയുന്ന ലീഡേഴ്സിനോട് എനിക്ക് എതിർപ്പാണ്. അല്ലെങ്കിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. നിങ്ങളുടെ ടീമിൽ അത്തരത്തിലുള്ള ലീഡേഴ്സ് ഉണ്ടെങ്കിൽ ആ ടീം തന്നെ മാറുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നിങ്ങളെ വളരാൻ വേണ്ടിയിട്ട് അനുവദിക്കാത്ത ഈഗോ ഉള്ള ലീഡേഴ്സ് പോലും ഇത്തരം കാറ്റഗറിയിൽ വരുന്ന ലീഡേഴ്സ് ആണ്. സ്വന്തം ടീം വളരുമ്പോഴാണ് നമ്മൾ വളരുന്നതെന്നുള്ള ചിന്താ രീതി പോലും അറിയാത്ത, അല്ല ആ കോമൺ സെൻസ് പോലും അറിയാത്ത, ഇല്ലാത്ത ഒത്തിരി ആളുകൾ ഇന്നും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ എല്ലാവരെയും ഭയങ്കര ഒരു കൺസേൺ ആയിട്ട് ഭയപ്പെടുത്തുന്ന ഒരു സംഭവം കൂടെയാണ്. അപ്പൊ അത്തരം കമ്പനികളിൽ നിന്നോ അത്തരം ടീമുകളിൽ നിന്നോ എല്ലാവരും ഒഴിവായി പോകണം എന്ന് തന്നെയാണ് എന്റെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം ആ കമ്പനികളിൽ നിന്ന് കഴിഞ്ഞാൽ നാളെ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ആ ടീമുകളിൽ നിന്ന് കഴിഞ്ഞാൽ നാളെ നമുക്ക് എന്ത് വേണം സംഭവിക്കാം. ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലേക്ക് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ലൈഫ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ ഒരു കോമൺ സെൻസിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും, അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ലീഡേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ യോഗ്യരായിട്ടുള്ള ആളുകളല്ല. മനസ്സിലായോ? നിങ്ങൾ ഇതിന്റെ ഒരു കോമൺ മെത്തേഡ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം അറിയാതെ, അല്ലെങ്കിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് അറിയാത്ത ആളുകളൊന്നും അല്ല നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ രീതിയിലുള്ള ഒരു ചിന്താ രീതിയൊന്നും ഇല്ലാത്ത ആളുകളല്ല.
അറിഞ്ഞുകൊണ്ട് അത് മറന്നുകൊണ്ട് സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കെങ്കിൽ എത്ര നാൾ നിങ്ങൾക്ക് സ്വന്തമായി ഇങ്ങനെ കുറച്ച് ആളുകളെ ഒരു സമയമാകുമ്പോൾ മോൾഡ് ചെയ്ത് ആ സമയത്തെ വരുമാനം എടുത്ത് വീണ്ടും അടുത്ത സമയമാകുമ്പോൾ അവരെ കളഞ്ഞുകൊണ്ട് വീണ്ടും വേറൊരു ടീമിലേക്ക് പോയി ഇങ്ങനെ എത്ര നാൾ നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റും? ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു പാസീവ് മോഡൽ ബിസിനസ് ആണെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾക്ക് സെയിൽ വരുമ്പോൾ വരുമാനം കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഡയറക്ട് സെല്ലിംഗ് ഉള്ളത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെപ്പോലെ കഴിവുള്ള, നിങ്ങളെപ്പോലെ സെയിൽ എടുക്കുന്ന, അല്ല നിങ്ങളെക്കാൾ കഴിവുള്ള, നിങ്ങളെക്കാൾ സെയിൽ എടുക്കുന്ന ആളുകൾ നമ്മുടെ ടീമിൽ വരുമ്പോഴും ലീഡർ ക്രിയേഷൻ നടക്കുമ്പോഴുമാണ് ആ ഒരു ബിസിനസ് സ്റ്റേബിൾ ആവുന്നത്, സസ്റ്റൈനബിൾ ആവുന്നത്, ഡ്യൂപ്ലിക്കേറ്റബിൾ ബിസിനസ് ആയിട്ട് മാറുന്നത്. അല്ലെ? അതല്ലാതെ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് എല്ലാവരും ഉപയോഗിക്കുന്നു, അവരൊക്കെ വെറുപ്പിക്കുന്നു, വീണ്ടും ഉപയോഗിക്കുന്നു, അവരൊക്കെ വെറുപ്പിക്കുന്നു, വീണ്ടും ഉപയോഗിക്കുന്നു, അവരൊക്കെ വെറുപ്പിക്കുന്നു, ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എത്ര നാൾ നിങ്ങൾക്ക് ഇതേപോലെ പോകാൻ പറ്റും? അതിന് എങ്ങനെയാണ് ഒരു ബിസിനസ് എന്ന് പറയുക? അത് പ്യുവർ ആയിട്ട് സെയിൽ മാത്രമാണ്, ഒരു വൺ ടൈം സെയിൽ മാത്രമായിട്ടാണ് അവിടെ വരുന്നത്, അല്ലാതെ അതൊരു ബിസിനസ് അല്ല. സസ്റ്റൈനബിൾ ഡ്യൂപ്ലിക്കേറ്റബിൾ ബിസിനസ് ആയിട്ട് മാറണമെങ്കിൽ നമ്മളുടെ കൂടെ വരുന്ന ആളുകളും നമ്മളെക്കാൾ അല്ലെങ്കിൽ നമ്മളോളം കഴിവുള്ളവരായിട്ട് മാറുകയും അല്ലെങ്കിൽ നമ്മൾ അവരെ മാറ്റുകയും എന്നിട്ട് അത് ആ രീതിയിൽ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുകയും നമ്മുടെ പ്രസൻസോ സപ്പോർട്ടോ ഒന്നുമില്ലാതെ നമ്മളുടെ എല്ലാ രീതിയിലും കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റുകളും അവർ എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് അതൊരു പാസീവ് ആയിട്ട് മാറുമ്പോൾ, പാസീവ് വർക്ക് മോഡലായിട്ട് മാറുമ്പോഴാണ് നമ്മൾക്ക് പാസീവ് ഇൻകം കിട്ടുന്നത്. ഇത് മറന്നുകൊണ്ട് താൽക്കാലിക ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന രീതി എല്ലാ അപ്ലൈനും നിർത്തുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കേരള ഗവൺമെന്റ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ പ്രോട്ടോകോളിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്കാണ് എത്തി നിൽക്കുന്നത്. വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ ഈ ഒരു സമയം എന്ന് പറയുന്നത്. സെപ്റ്റംബർ മാസം എൻഡിങ്ങോട് കൂടിയിട്ട് ഒക്ടോബർ മാസം എൻഡിങ്ങോട് കൂടിയിട്ട് എന്തായാലും ഈ ഒരു മാസം തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും പുതിയ റൂൾ പ്രകാരമുള്ള കാര്യങ്ങൾ കേരള ഗവൺമെന്റ് സെപ്പറേറ്റ് കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സമയം. ആ സമയത്ത് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് ശരിക്കും ഡയറക്ട് സെല്ലിങ്ങിനെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതൊരു നാണക്കേടാണ്, ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു നാണക്കേടാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ നിങ്ങളുടെ ടീമിനെ അത് നമ്മുടെ സ്വന്തം ഒരു ടീമായിട്ട് കാണുകയും അത്രയും ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കുകയും അത്രയും ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ കാണിക്കേണ്ടത്, അല്ലാതെ സ്വയം ലാഭത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളോ പ്രവർത്തനങ്ങളോ അല്ല. അപ്പോ ഒരിക്കൽ കൂടെ പറയുവാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ലീഡേഴ്സിന് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ റീതിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ വിജയമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്റെ വിജയം എന്ന് പറയുന്നത് അത്തരം കമ്പനികളിലോ അത്തരം ലീഡേഴ്സിന്റെ ടീമുകളിലോ വർക്ക് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ക്വിറ്റ് ചെയ്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കമ്പനികളുണ്ട്, ഒരുപാട് ടീമുണ്ട് അല്ലെ? അപ്പൊ അതിൽ ഏതെങ്കിലും നല്ല ടീം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ടീമിനെ ചൂസ് ചെയ്യുക, നല്ല കമ്പനിയെ ചൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഇത് മാത്രമാണ് പറയാനുള്ളത്. രണ്ടാൾക്കും പോസിറ്റീവായിട്ടും രണ്ടാൾക്കോടും ഉള്ള ഒരു സജഷനും കൂടെയാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പൊ ഇത് ഒരു കമ്പനീനെ താഴ്ത്തി കാണിക്കാനോ ഒരു ലീഡർ കാറ്റഗറീനെ പേരെടുത്ത് പറഞ്ഞിട്ടോ ഉള്ള ഒരു വീഡിയോ അല്ല. എല്ലാ കമ്പനികളിലും ഇത് നടക്കുന്നുണ്ടാകാം. അപ്പൊ ഒരുപാട് കമ്പനികളിൽ ഇത് നടക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി അറിയാം. ഒരുപാട് കംപ്ലൈന്റുകൾ കിട്ടുന്നതാണ്. ഇപ്പൊ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് റിസൾട്ട് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കുറെ കാര്യങ്ങൾ, കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് തേർഡ് പാർട്ടി ആയിട്ടുള്ള നമ്മളുകളിലേക്ക് ഇത്തരത്തിലുള്ള കംപ്ലൈന്റുകൾ വരുന്നത്. അപ്പൊ ഒരു സോഷ്യൽ അവയർനെസ്സിന് വേണ്ടി നമുക്കിത് പോസ്റ്റ് ചെയ്യാതെ നിവൃത്തിയില്ല. പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ് ഞാൻ. അപ്പൊ ഞാൻ എന്നിൽ നിന്ന് തന്നെ ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയോട് ചെയ്യുന്ന ഒരു ചതിയായിട്ട് വരും. ശ്രദ്ധിക്കുക, നോക്കി കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീം നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സമയം വരും. വീണ്ടും നമ്മൾ സീറോയിലേക്ക് എത്തുന്ന ഒരു സമയം കൂടെ വരും. അപ്പൊ അതിന് ഇടവരുത്താതിരിക്കുക. താങ്ക് യു സോ മച്ച്. നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യട്ടെ, കാര്യങ്ങളൊക്കെ ഉഷാറായി പോകട്ടെ. വീണ്ടും കാണാം.